So this is about the data format in AVR. Hex ആണെങ്കിലുള്ള മെത്തേഡ് ഡോളർ ഓർ OX, ബൈനറി ആണെങ്കിൽ 0B എന്നുള്ള പ്രിഫിക്സ് യൂസ് ചെയ്യുക, ഡെസിമൽ ആണെങ്കിൽ നേരിട്ട് യൂസ് ചെയ്യുക നമ്പർ, പ്രത്യേകിച്ച് പ്രിഫിക്സും സഫിക്സും ഒന്നുമില്ല. ആസ്കി ആണെങ്കിൽ ഏത് കോഡാണ് എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിൽ എഴുതണം. ഇപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയ 2 എന്ന ആസ്കിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ 32 ആണ്. ആ 32 ആണ് ഈ രജിസ്റ്ററിനകത്തേക്ക് ലോഡ് ചെയ്യപ്പെടുന്നത്. Now see the assembler directives in AVR. Generally, the processor will be given programs in the format of instructions. Instructions are words asking the processor, of course, of the controller, to perform a specific task. ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്ത് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസ്ട്രക്ഷൻ നോർമലി നമ്മൾ ഒരു കൺട്രോളറിലെ പ്രോസസ്സറിന് കൊടുക്കുക. എന്നാൽ there are some instructions that pass some information or some directions to the processor and are instructions that are not meant for execution. ചില നിർദ്ദേശങ്ങൾ മൈക്രോ പ്രോസസ്സറിന് അല്ലെങ്കിൽ പ്രോസസ്സർ ഓഫ് എ കൺട്രോളറിന് കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതില്ല. അത് ചില ഡയറക്ഷൻസ് ആണ് ഈ പ്രോസസ്സറിന് നൽകുന്നത്. ഇത്തരത്തിൽ ചില ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചില ഡിറക്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സറിലോ കൺട്രോളറിലോ ഉള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുക. So these are instructions that are directions to the processor and are not meant for execution. ശരിക്കും എക്സിക്യൂഷൻ ഉള്ളതിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാൻ പാടുള്ളൂ. So these are generally referred to as pseudo instructions. And this in fact give directions to the assembler. Assembler is a software that will be coding an assembly language program into a machine language program. ഇപ്പോൾ ഓരോ വേർഡ് നമ്മൾ എഴുതുന്നതിനും ഇപ്പോൾ ആഡ് ബി എന്ന് ന്യൂമോണിക് കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ ആഡ് R20, R21 ആസ് ലോങ് ആസ് AVR ഈസ് കൺസേൺഡ് ഇങ്ങനെ പറഞ്ഞാൽ R20യിലെ കണ്ടന്റും R21ലെ കണ്ടന്റും കൂടി ആഡ് ചെയ്ത് റിസൾട്ട് R20യിൽ വെക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എന്ന് മെഷീൻ ലാംഗ്വേജിൽ ഒരു 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് AVRൽ ഇത് കോഡ് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യുന്നത് അസംബ്ലർ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ അസംബ്ലർ സാധാരണഗതിയിൽ എല്ലാ ഇൻസ്ട്രക്ഷനെയും ഇങ്ങനെ കോഡ് ചെയ്യും. എന്നാൽ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ആ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡോട്ടിലാണ്. ഈ ഡോട്ട് കണ്ടാൽ അസംബ്ലറിന് മനസ്സിലാകും ഇത് ഇൻസ്ട്രക്ഷൻ അല്ല, ഡയറക്റ്റീവാണ്, എനിക്ക് ചില നിർദ്ദേശങ്ങളാണ് തരുന്നത്, ഞാനത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓൾ അസംബ്ലർ ഡയറക്റ്റീവ്സ് ഇൻ AVR വിൽ ബി സ്റ്റാർട്ടിംഗ് with this dot. Say for example .org, origin at, .equ, equate. ഇതൊക്കെയാണ് അസംബ്ലർ ഡിറക്റ്റീവ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. ആൻഡ് ഹിയർ ഐ ഹാവ് ലിസ്റ്റ് 4 മേജർ അസംബ്ലർ ഡിറക്റ്റീവ്സ് ഇൻ AVR microcontrollers. First one .equ. This is used to define a constant value or a fixed address. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ചില വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ 33 ഹെക്സാഡെസിമൽ ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് ഉപയോഗിക്കണം. ദെൻ ഐ ക്യാൻ പുട്ട് ഇറ്റ് ആസ് എ ലേബൽ, സേ കൗണ്ട്. .equ കൗണ്ട് എന്ന പേരിൽ കൗണ്ടിന് ഇക്വലൻ്റ് ആയിട്ട് കൗണ്ടിന് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കൊടുക്കേണ്ട വാല്യൂ എത്രയാണ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കൗണ്ട് എന്നുള്ള ലേബൽ കാണുമ്പോഴെല്ലാം ഡിറക്റ്റീവിന് മനസ്സിലാവും കൗണ്ട് എന്നുള്ള പേരിൽ ഇവൻ ഒരു ഡിറക്റ്റീവ് .equ ഡിറക്റ്റീവ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആണ് ഇപ്പം ആസ്ക് ചെയ്യുന്നത്. ആൻഡ് ദിസ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു അസോസിയേറ്റ്. .equ directive can also be used to associate a constant number with a data or a label. ഒരു ലേബലിന് ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊടുക്കാനും ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് അഡ്രസ്സ് കൊടുക്കാനും ഇത് യൂസ് ചെയ്യാം. We will see the usage of .equ directive in the next slide. .set is also an assembler directive that is similar to .equ, so that you can define a constant value or a fixed address using this one also
Whereas in .equ, once you have defined, you are not able to reassign. Actually assigning, equate ചെയ്യാന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യാണ്. വലതുവശത്തുള്ള കണ്ടന്റ് ഇടതുവശത്തുള്ള വേരിയബിളിന് അസൈൻ ചെയ്യാണ്. അത് റീഅസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല .equ എന്ന ഡിറക്റ്റീവ് ആണെങ്കിൽ. whereas in .set you can reassign it also. .org is a directive indicating the beginning of the address. ഇപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ 8085 മെമ്മറി അഡ്രസ്സ് തൊട്ടിങ്ങനെ എഴുതി പോവുകയാണ് ചെയ്തത്. ഓരോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എഴുതിയിരുന്നു. എന്നാൽ AVRൽ ഒരിക്കലും ഈ അഡ്രസ്സ് എഴുതാറില്ല. പ്രോഗ്രാം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ എഴുതാറുള്ളൂ. This is because of the fact that most of the instructions in AVR are 2-byte instructions, and there are a few instructions, these are 4-byte instructions like jump, LDI or LDS, and return. These are 4-byte instructions. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാം 2-byte ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ആ ഒരു അസംഷനിൽ മെമ്മറി അങ്ങനെ അങ്ങ് കൂട്ടിപ്പോയാൽ മതി. അപ്പോൾ .org 00 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 00 എന്ന മെമ്മറി ലൊക്കേഷൻ തൊട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് ദ പ്രോഗ്രാം അറ്റ് 00. അതിന് വേണ്ടിയിട്ടാണ് .org എന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഒറിജിൻ ഓഫ് ദ പ്രോഗ്രാം എന്ന അർത്ഥത്തിലാണ് .org എന്ന ഡിറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ .org 00 എന്ന് പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ എഴുതി കഴിഞ്ഞാൽ 00 എന്ന മെമ്മറി ലൊക്കേഷൻ തൊട്ട് പ്രോഗ്രാം എഴുതാനാണ് എന്നുള്ളത് അസംബ്ലറിന് മനസ്സിലാക്കാനായിട്ട് കഴിയും. .include ഈസ് an assembler directive asking the processor to include a file, a built-in file accessible to the processor of the controller. നമ്മൾ C ലാംഗ്വേജിലൊക്കെ ചെയ്യാറുണ്ട്. #include stio dot #include math എന്നുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറി ഉണ്ട്. സ്ക്വയർ റൂട്ടും ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ സ്റ്റാൻഡേർഡ് ലൈബ്രറി എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡിറക്റ്റീവാണ് .include. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. പൈത്തണിലാണെങ്കിൽ നമ്മൾ ഫങ്ഷൻ കോൾ ആണ് ചെയ്യാറുള്ളത്. ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ എന്ന രീതിയിലാണ് എടുക്കുക. അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡിറക്റ്റീവാണ് ഇവിടെ .include. ഏതാണോ ലൈബ്രറി അതിൻ്റെ പേര് എഴുതി വെച്ചാൽ മതി. അത് C ലാംഗ്വേജിലാണെങ്കിൽ #include എന്നാണ് എഴുതുക. പൈത്തണിലാണെങ്കിൽ ഫ്രം എന്നിട്ട് സ്റ്റാൻഡേർഡ് ലൈബ്രറിയുടെ പേര് എഴുതും. ഫ്രം numpy ഇമ്പോർട്ട് സ്റ്റാർ എന്നാണ് എഴുതാറുള്ളത്. Similarly, in AVR you have this assembler directive .include. This asks the processor to add content of a file to the program, or a standard library or a built-in file to the program. Now we will see some of the usage of this most widely used assembler directive, that .equ. .equ പ്രധാനമായും 4 സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്. ആ 4 സന്ദർഭങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു ഫിക്സഡ് വാല്യൂ ഒരു ലേബലിന് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു ഫിക്സഡ് വാല്യൂ അസൈൻ ചെയ്യുന്നത് ഇവിടെ കാണാം. .equ count equals $25 ഹെക്സാഡെസിമൽ 25. പിന്നെ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഏതൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി, എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു R21 എന്ന രജിസ്റ്ററിലേക്ക് ഈ 25 എന്നുള്ള വാല്യൂ ലോഡ് ചെയ്യാൻ. അത് കഴിഞ്ഞ് R22 ലോഡ് ചെയ്യാനുണ്ട്, പലതിലേക്ക് ലോഡ് ചെയ്യാനുണ്ട്, പല സമയത്ത് നമുക്കത് യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വാല്യൂ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരമായിട്ട് അതിൻ്റെ ലേബൽ കൊടുത്താൽ അതും നേരിട്ട് എൻ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ LDI R21, count എന്ന് എഴുതിയാൽ കൗണ്ട് എന്നുള്ള പേരിൽ ഇവൻ എന്തോ എനിക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. .eq ഡയറക്ഷനാണ്. കൗണ്ട് എന്നുള്ളതിന് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദിസ് ഓപ്പറേഷൻ ഈസ് വാട്ട് യു കോൾ അസൈൻമെൻറ്റ്. 25 എന്ന ഹെക്സാഡെസിമൽ വാല്യൂ കൗണ്ട് എന്നുള്ള വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ കൗണ്ട് ഇനി എഴുതുന്ന സമയത്ത് ആ വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കിയിട്ട് ആ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് R21 ലോഡ് ചെയ്യുന്നത്. So this is the first usage. A fixed value can be assigned to a label using this assignment assembler directive. ഇനി വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എഴുതി പോവാം. ആഡ് എന്നുള്ളതൊക്കെ അതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആഡ് R21, count
എന്ന് എഴുതിയാൽ R21 ഇപ്പോൾ ഉള്ള കണ്ടൻറ്റ് ഓൾറെഡി ആ കൗണ്ടാണ്, അത് കൗണ്ടും കൂടി ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനുള്ള പ്രോഗ്രാമൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വേറെ സം അതർ മെത്തേഡ്സ് ഇൻ AVR MUL എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. പക്ഷേ റിപ്പീറ്റഡ് അഡിഷൻ കാണിക്കുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പം ഈ രീതിയിലുള്ള ഡിറക്റ്റീവ് യൂസ് ചെയ്യാം എന്നർത്ഥം. ഇറ്റ്സ് എ ഫെസിലിറ്റി ദാറ്റ് കുഡ് ബി എക്സ്പ്ലോയിറ്റഡ് ഫോർ റൈറ്റിംഗ് പ്രോഗ്രാംസ് ഇൻ AVR. മറ്റൊരു സിറ്റുവേഷൻ യൂസിങ് .eq ഫോർ ഫിക്സഡ് ഡാറ്റ അസൈൻമെൻറ്റ്. ഡാറ്റ അസൈൻ ചെയ്യുന്ന ഈ ഓപ്പറേഷൻ തന്നെ പറഞ്ഞു. പല ഡയറക്റ്റീവ്സും പല ഡാറ്റകളും ഇങ്ങനെ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹിയർ വി ഹാവ് 2 ഡാറ്റ 1ന് 39 ഹെക്സും ഡാറ്റ 2ന് അല്ലെങ്കിൽ ഡാറ്റ 2 എന്നുള്ള പേരിൽ സെയിം വാല്യൂ, വേറൊരു വാല്യൂ വെക്കണമെങ്കിൽ ആ വാല്യൂ ബൈനറി ആയിട്ട് വെക്കണമെങ്കിൽ ആ വാല്യൂ ഒക്കെ എഴുതാം. ഈ സെമിക്കോളൻ ഇട്ട് എഴുതുന്നത് കമൻസ് എഴുതുന്നതാണ്. കമൻസും എക്സിക്യൂട്ട് ചെയ്യേണ്ടതില്ല, പ്രോഗ്രാമർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് കമൻസ് നമ്മൾ എഴുതുന്നത്. അത് ഈ സെമിക്കോളനിട്ട് തന്നെയാണ് നമ്മൾ പൈത്തണിലും കമൻസ് എഴുതാറുള്ളത്. എന്നാൽ ഫോർട്രാനിൽ അത് ഇങ്ങനെയാണ് എഴുതാറുള്ളത്, ഹാഷ് ഇട്ടിട്ടും പൈത്തണിലും C ലാംഗ്വേജിലും കമൻസ് എഴുതാം. യൂസിങ് .equ ഫോർ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ അഡ്രസ് അസൈൻമെൻറ്റ്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. പോർട്ട് ബി ഇൻ R21, പോർട്ട് ബി എന്നുള്ളത് ഒരു അസംബ്ലർ ഡിറക്റ്റീവായിട്ട് ബിൽറ്റ് ഇൻ ആയിട്ട് AVR മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ പോർട്ട് ബി ഏത് പിന്നാണ് എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ IO അഡ്രസ്സിലെ 18 അഡ്രസ്സ് വരുന്ന പിന്നല്ല IO അഡ്രസ്സിലെ 18 അഡ്രസ്സാണ്. ആ അഡ്രസ്സിലുള്ള കണ്ടൻറ്റ് പോർട്ട് ബിയിലേക്ക് നേരിട്ട് ഇൻപുട്ട് ചെയ്യും. അത് ഡയറക്റ്റീവായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബിൽറ്റിൻ ആയിട്ട് അത് AVRൽ ഉള്ളതാണ്. എനിവേ ആ രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ അതൊരു പർപ്പസ് ആണ് എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അത് പറഞ്ഞേക്കുന്നത്. .equ കൗണ്ടർ ഈക്വൽ ടു ഹെക്സാഡെസിമൽ 00. ഹെക്സാഡെസിമൽ വാല്യൂ 00 ആണ് കൗണ്ടർ എന്ന ലേബലിന് അസൈൻ ചെയ്തത്. കൗണ്ടർ വാല്യൂ 00 എന്ന് കൊടുത്തു. .equ പോർട്ട് ബി മെമ്മറി അഡ്രസ്സ് IO അഡ്രസ്സ് ഹെക്സാഡെസിമൽ 18 ആണ്. SFR സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആയിട്ടുള്ള പോർട്ട് ബിൻ്റെ അഡ്രസ്സാണ് ഇവിടെ പോർട്ട് ബി എന്ന പേരിൽ ലേബലായി കൊടുത്തിട്ടുള്ളത്. നൗ യു ലുക്ക് അറ്റ് ദിസ് പീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ LDI R16 കൗണ്ടർ എന്ന ഇമ്മീഡിയറ്റ് ഡാറ്റ R16 കൊടുക്കുക. അപ്പോൾ കൗണ്ടർ എന്നുള്ളത് ഇമ്മീഡിയറ്റ് ഡാറ്റ അല്ല, കൗണ്ടർ എന്നുള്ള ലേബലിൽ ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റ ഈ ഡിറക്റ്റീവ് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ആണ് അപ്പോൾ R16ലേക്ക് ലോഡ് ചെയ്യുക. കൗണ്ടർ എന്നതല്ല ലോഡ് ചെയ്യുക, കൗണ്ടർ എന്നുള്ള പേരിൽ വെച്ചിട്ടുള്ള 00 എന്ന ഹെക്സാഡെസിമൽ വാല്യൂ ആണ് ലോഡ് ചെയ്യുക. ഔട്ട് പോർട്ട് ബി, ഇത് ഇനിയിപ്പോൾ ഡയറക്റ്റീവ് ഇല്ലെങ്കിലും ബിൽറ്റിൻ ഡയറക്റ്റീവിൽ തന്നെ ഇതുണ്ട്. പോർട്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IO അഡ്രസ് സ്പേസിലുള്ള 18 ഹെക്സാഡെസിമൽ അഡ്രസ്സുള്ള മെമ്മറി ലൊക്കേഷനാണ്. അങ്ങോട്ട് R16ലുള്ള വാല്യൂ, R16ൽ ഇപ്പോൾ വന്ന വാല്യൂ 00 ആണ്, അത് ലോഡ് ചെയ്യുക. Using .eq for RAM address assignment. This is an important application of this .equ or assignment directive. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സും നമുക്ക് വേണമെങ്കിൽ, ഒരു SRAM സ്റ്റാറ്റിക് റാം ലൊക്കേഷൻ്റെ അഡ്രസ്സും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ലേബൽ ചെയ്യാം. .equ sum equal to ഹെക്സാഡെസിമൽ 120. ഹെക്സാഡെസിമൽ ഇത് അഡ്രസ്സ് തന്നെയാണ്. ഹെക്സാഡെസിമൽ 120 എന്നുള്ള അഡ്രസ്സ് സം എന്ന പേര് എന്ന ലേബലിന് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ആ ലൊക്കേഷനിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ആ ലേബൽ യൂസ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നൗ യു ലുക്ക് അറ്റ് ദിസ് പീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ LDI R25. R20യിലേക്ക് 5 എന്ന ഹെക്സാഡെസിമൽ വാല്യൂ വെച്ചു. LDI R21 2. R21ലേക്ക് 2 എന്ന not hexadecimal, it's decimal. Both 5 and 2 are decimal here. Add R20, R21. അപ്പോൾ 5ഉം 2ഉം കൂടി കൂട്ടി 7 എന്നുള്ള വാല്യൂ R20യിൽ വന്നു. ആഡ് R20, R21. 7 R20യിലുണ്ട്, അതിനോട് വീണ്ടും 2 കൂട്ടി 9 എന്നുള്ള വാല്യൂ വന്നു. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ ഏതാണെന്ന് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് സേവ് ചെയ്യാൻ STS സം R20, R20യിലുള്ള വാല്യൂ സം എന്ന ലേബലുള്ള അഡ്രസ് ലൊക്കേഷനിലേക്ക്
സേവ് ചെയ്യുക. അത് 120 എന്നുള്ള അഡ്രസ് ലൊക്കേഷനാണ്. അപ്പോൾ ഈ അഡ്രസ് ലൊക്കേഷനിലേക്ക് റിസൾട്ട് അങ്ങ് സേവ് ചെയ്യും. അപ്പോൾ STS ഈ അഡ്രസ്സ് എഴുതുന്നതിന് പകരം ഇവിടെ